ഓക്കെ, ഗുഡ് ഈവനിങ് എവരിബഡി. അപ്പോൾ ഗുഡ് ഞാൻ ഈവനിങ് സർ. താങ്ക് യു. പിന്നെ ഞാൻ അഡ്വക്കേറ്റ് ഇഫ്തിഖർ മാലിക് കാലിക്കറ്റ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു 10-16 വർഷമായിട്ട് പിന്നെ അഡ്വക്കേറ്റ് ആയിട്ട് കാലിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ക്രിമിനൽ, സിവിൽ, ഫാമിലി നിയമങ്ങളെല്ലാം പ്രാക്ടീസ് ഉണ്ട്. പിന്നെ മെയിൻലി സിവിലായിരുന്നു, ക്രിമിനലും ഉണ്ട്. സിവിലിന്റെ ഭാഗമാണ് ഫാമിലി എല്ലാം വരുന്നത്. ഫാമിലി ലോസ് ഒക്കെ ഓൾമോസ്റ്റ് സിവിൽ നേച്ചർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ CT യൂണിനും വേണ്ടിയിട്ട് ഒരു അതൊരു വർഷമായെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ക്ലാസ് എടുത്തിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും അന്ന് ഉണ്ടായിരുന്നോ എനിക്കറിയില്ല, ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമായിരിക്കാം. എനിവേ, നമുക്ക് പിന്നെ ഈ സെഷൻ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നിങ്ങൾ എത്ര പേരാ ഇപ്പൊ നമ്മളുള്ളത്? 6 പേരോ? മൊത്തം ഇതുവരെ 6 പേരാന്ന് തോന്നുന്നു അല്ലേ? 5-8 പേരുണ്ട്. 5-8 പേര്. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ നിങ്ങളുടെ സിലബസ് വരുന്നത് കൂടുതലും ഞാൻ നോക്കിയപ്പോ നിങ്ങൾ പിന്നെ ഇതിലുണ്ടല്ലോ, എന്താണ്, ഫാമിലി ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് 13 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കുമ്പോൾ 20ഓളം ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്. 100 ക്വസ്റ്റ്യൻസ് അല്ലേ മൊത്തം ഉണ്ടായിരുന്നത്, അതിൽ 20ഓളം ക്വസ്റ്റ്യൻസ് ലോ റിലേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോ പിന്നെ ഈ നിങ്ങള് പോസ്റ്റ് കൗൺസിലർ ആണല്ലോ, പ്രിൻസിപ്പൽ കൗൺസിലർ ഫാമിലി കോർട്ടിൽ. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോ മറ്റ് നിയമങ്ങളെ പോലെയല്ല. ഫാമിലി കോടതികളിൽ വരുമ്പോൾ അവിടെ വരുന്നവര് പിന്നെ പല കേസുകളും ഒരു മ്യൂച്വൽ സെറ്റിൽമെന്റ് പോസിബിൾ ആകുന്ന, അല്ലെങ്കിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ അല്ലെങ്കിൽ പല പിന്നെ തെറ്റിദ്ധാരണകളുടെ ഒക്കെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഫാമിലി കോടതിയിൽ ഒരു കൗൺസിലർ എന്ന പോസ്റ്റ് ആക്ട് തന്നെ പറയുന്നുണ്ട്, ഫാമിലി കോർട്ടിൽ കൗൺസിലർ വേണം എന്നുള്ളത്. മറ്റ് കോടതികളിലൊന്നും അങ്ങനെയല്ല, മറ്റ് സംവിധാനങ്ങളിലൊന്നും അങ്ങനെ കൗൺസിലർ നിർബന്ധമില്ല. മറ്റെല്ലാം സെറ്റിൽമെന്റ് നടക്കാം, സെറ്റിൽമെന്റ് സംസാരിക്കാം, അതിന് മീഡിയേഷൻ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എക്സ്ക്ലൂസീവ്ലി കൗൺസിലറുടെ പോസ്റ്റ് ഫാമിലി കോർട്ടിൽ മാത്രമാണുള്ളത്. അപ്പൊ നിങ്ങളുടെ സിലബസ്, അപ്പം അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലർ അറിഞ്ഞിരിക്കേണ്ടത് ഫാമിലി നിയമങ്ങളെ കുറിച്ച് അത്യാവശ്യം ഒരു അവബോധം പ്രിൻസിപ്പൽ കൗൺസിലർക്ക് വേണം. അതുകൊണ്ട് നിങ്ങളുടെ സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇതിൽ മെയിൻലി വരുന്നത് പിന്നെ നിങ്ങൾക്കറിയാം, ഇതിന് പേഴ്സണൽ ലോകൾ വരും. പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നമുക്ക് പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സിവിൽ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, അങ്ങനെ 2 കാറ്റഗറൈസേഷൻ പറ്റും. പിന്നെ പ്രൊസീജിയറൽ ലോ, സബ്സ്റ്റാൻഷ്യൽ ലോ എന്ന് പറയുന്നത് വെച്ചാൽ പ്രൊസീജിയേഴ്സ്, നിയമം ഓരോ അറസ്റ്റ് ചെയ്യേണ്ട എങ്ങനെ വിധി പുറപ്പെടുവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ നിയമങ്ങളാണ് പ്രൊസീജിയറൽ ലോ, സബ്സ്റ്റാൻറ്റീവ് ലോ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. അതേപോലെ മറ്റൊരു കാറ്റഗറൈസേഷൻ ആണ് പേഴ്സണൽ ലോ, അതേപോലെ പബ്ലിക് ലോ എന്ന് പറയാം. പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആപ്ലിക്കബിൾ ആകുന്ന നിയമങ്ങളെയാണ് പേഴ്സണൽ ലോ എന്ന് പറയാം. അപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് ഹിന്ദു വിഭാഗത്തിന് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് മുസ്ലിം വിഭാഗത്തിന് ആപ്ലിക്കബിൾ ആണ്. ഇങ്ങനെയുള്ള നിയമങ്ങൾക്കാണ് പേഴ്സണൽ ലോ എന്ന് പറയും. അപ്പോൾ ബാക്കിയെല്ലാം പബ്ലിക്. ഇപ്പോൾ ഫാമിലി കോർട്ട് ആക്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഫാമിലി കോർട്ട് ആക്ട്. ഫാമിലി കോർട്ട് ആക്ട് പബ്ലിക് ലോ ആണ്, അതെല്ലാവർക്കും കൂടി ബാധകമാകുന്ന നിയമമാണ്. ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും ഫാമിലി കോർട്ട് ആക്ട് ബാധകമാണ്. അതേപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് ബാധകമാണ്. എന്നാൽ ഹിന്ദു മാരേജ് ആക്ടോ ഹിന്ദു സക്സഷൻ ആക്ടോ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ടോ ഇതൊന്നും പിന്നെ ഒരു വിഭാഗത്തിന് ആപ്ലിക്കബിൾ ആകുന്ന നിയമങ്ങളാണ്. അതുകൊണ്ടാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിലബസിൽ ഫാമിലി ലോയും പേഴ്സണൽ ലോകളുമാണ് വരുന്നത്. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ലീഗൽ ഭാഗത്തുനിന്ന്, നിയമം എന്ന ഭാഗത്തുനിന്ന് വരുന്നത് ആ ജുവനൈൽ ജസ്റ്റിസ്, അതേപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഇങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളാണ് നിങ്ങൾക്ക് സിലബസിൽ വരുന്നത്. അപ്പോൾ മെയിൻലി നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് നിയമങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഫാമിലി കോർട്സ് ആക്ട് 1984 ഫാമിലി കോർട്സ് ആക്ട്. അതേപോലെ അതിന്റെ റൂൾസ്, ഏത് നിയമത്തിനും ആക്ട് മാത്രമല്ല റൂൾസും ഉണ്ടാവും. നിയമം എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ അർത്ഥത്തിലാണ് നമ്മൾ പറയാം, ലോ എന്ന് പറയും. ലോയും ആക്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ എങ്ങനെയാവാം, ചിലപ്പോ പിന്നെ ഒരു പിന്നെ ആചാരങ്ങൾ, കസ്റ്റംസ് നിയമങ്ങളാണ്. ഇപ്പൊ മുസ്ലിം വിവാഹത്തിലുള്ള നിക്കാഹ് അല്ലെങ്കിൽ ഹിന്ദു വിവാഹങ്ങളിലുള്ള താലി ചാർത്തൽ, ഇതൊക്കെ എഴുതപ്പെട്ട് വെച്ച ആക്റ്റായി പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങളല്ല, അതൊക്കെ ആചാരങ്ങളാണ്. പക്ഷെ അതും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിയമമാണ്. പിന്നെ ഉത്തരവുകൾ, ഗവൺമെന്റിന്റെ ഓർഡേഴ്സ് ഉണ്ടാകും, റൂൾസ് ഉണ്ടാകും, ഇതെല്ലാം നിയമങ്ങളാണ്. പക്ഷെ ആക്ട് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റ് അല്ല, നിയമസഭകളിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ പാസ്സാക്കി, നിയമം മൂലം പാസ്സാക്കി, പിന്നെ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയ നിയമങ്ങളെയാണ് ഇനാക്റ്റഡ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന് ഇനാക്ട്മെന്റ് എന്ന് പറയും. ഇനാക്റ്റഡ് പ്രോസസ്സിലൂടെ വന്ന നിയമങ്ങളെയാണ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആക്ടും നിയമമാണ്, എല്ലാ നിയമങ്ങളും ആക്ട് അല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി കോഡ്സ് ആക്ട് 1984 അതിന്റെ റൂൾസ് ഉണ്ട്. ഫാമിലി കോഡ്സ് റൂൾസ് വരുന്നുണ്ട് 1989. അപ്പൊ ഈ ആക്ടുകൾ ഉണ്ടാക്കുക എന്നത് പിന്നെ പാർലമെന്റിന്റെ അല്ലെങ്കിൽ നിയമസഭയുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്കറിയാം, പിന്നെ സ്റ്റേറ്റിന് 3 ഓർഗൻസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേച്ചറിന്റെ പണി നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ നിയമസഭകളും പാർലമെന്റും ഒക്കെ അതിനുള്ളതാണ്. എക്സിക്യൂട്ടീവ് അതിനെ നടപ്പാക്കുന്നവരാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴെ തട്ടുന്ന ഒരു വില്ലേജ് ഓഫീസർ മുതലോ അല്ലെങ്കിൽ ഒരു പ്യൂണ് മുതലോ മേലോട്ട് ഇന്ത്യൻ പ്രസിഡന്റ് വരെ എക്സിക്യൂട്ടീവ് ആണ്. ജുഡീഷ്യറി പിന്നെ നിങ്ങൾക്കറിയുന്ന കോടതി സംവിധാനങ്ങൾ അതിനെ വ്യാഖ്യാനം ചെയ്യുന്നവരും അതിന് നടപ്പാക്കുന്നവരും ഒക്കെയാണ് ജുഡീഷ്യറി. അപ്പോൾ ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന നിയമങ്ങൾ ആക്ട് എന്നും, ഈ ആക്ടിന്റെ ബേസിൽ പിന്നെ ഗവൺമെന്റ് ഫോം ചെയ്തിരുന്ന പിന്നെ ചില റൂൾസുകൾ ഉണ്ടാവും. റൂൾസ് എപ്പോഴും ഗവൺമെന്റ് ആണ് ഉണ്ടാക്കുക. അത് നിയമസഭയിലോ പാസ്സാക്കണമെന്നൊന്നുമില്ല. ആക്ടിൽ ചിലപ്പോൾ നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞാലേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്ന് ആക്ടിൽ പറയും. 18 വയസ്സ് കഴിഞ്ഞവർക്ക് ലൈസൻസ് ഉള്ളവർക്ക് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറയും ആക്ടിൽ. പക്ഷേ ഈ ലൈസൻസ് എങ്ങനെ കൊടുക്കണം, അത് എങ്ങനെ കോൾ ഫോർ ചെയ്യണം, പിന്നെ അതിന്റെ ഫോം എങ്ങനെയാണ്, ഇതിനെല്ലാം റൂൾസ് വഴിയാണ് ചെയ്യുന്നത്. അതാണ് ആക്ടും റൂൾസും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ഏത് ആക്ടിനും അതിന്റെ കുറെ റൂൾസ് വരും. ഇപ്പൊ ഫാമിലി കോഡ്സ് ആക്ടിന് റൂൾസ് ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന റൂൾസ് ഉണ്ടാവും, ചിലതിന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉണ്ടാക്കുന്ന റൂൾസ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ 2 തരത്തിലും റൂൾസുകൾ വരും. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള പല സർക്കുലേഴ്സ് ഉണ്ടാവും, ഓർഡേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നിയമങ്ങളാണ്. ഫാമിലി കോർട്ട് ആക്ട് 1984 ഒരു പിന്നെ കോഡിഫൈഡ് നിയമമാണ്. ആദ്യകാലങ്ങളിൽ പിന്നെ ഫാമിലി കോടതി സംവിധാനങ്ങൾ ഇല്ല. 84 ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതുവരെ ഇതിന് ഗ്രീവിയൻസ്, എന്തെങ്കിലും ഗ്രീവിയൻസുകൾ ഉണ്ടായാൽ സിവിലായ ഗ്രീവിയൻസുകളൊക്കെ സിവിൽ കോടതികളിൽ പോകേണ്ടിയിരുന്നു. ക്രിമിനൽ ആയിട്ടുള്ള ഗ്രീവൻസിന് മജിസ്ട്രേറ്റ് ക്രിമിനൽ കോടതികളിലും പോകേണ്ടിയിരുന്നു. അപ്പോൾ ഫാമിലി കേസുകൾ എണ്ണം കൂടി വന്നപ്പോൾ ഇത് മറ്റ് കേസുകളുടെ ഇടയിലൊരു കേസായി നിൽക്കുമ്പോൾ ഇതിന് പരിഹരിക്കപ്പെടാനുള്ള കാലതാമസം വരും. അതുകൊണ്ട് അതിന് പ്രത്യേക കോടതികൾ ഉണ്ടാക്കി ഒരു ജില്ലാ ജഡ്ജിയുടെ റാങ്കുള്ള ജില്ലാ കോടതി റാങ്കിൽ ഒരു കോടതി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. 84 ആണ് ഫാമിലി കോഡ്സ് ആക്ട് വരുന്നത്. പിന്നെ പേഴ്സണൽ ലോസ് വരുന്നുണ്ട് ഇതിൽ. ഹിന്ദു മാരേജ് ആക്ട് 1955, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956, ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956, ഹിന്ദു മാരേജ് വാലിഡേഷൻ പ്രൊസീഡിംഗ്സ് ആക്ട് 19. അതിനൊന്നും അത്ര പ്രാധാന്യമില്ല. നിങ്ങൾക്ക് ഹിന്ദു മാരേജ് ആക്ട് വരും. പിന്നെ ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പും നിങ്ങൾക്ക് വരുന്ന ഇതുവരെ ചോദ്യപേപ്പറിലൊന്നും കണ്ടിട്ടില്ല. ഹിന്ദു അഡോപ്ഷൻസും വന്നിട്ടില്ല. പിന്നെ ഹിന്ദു അതിന്റെ റൂൾസും നിങ്ങൾ അത്ര ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ സിലബസിൽ ഫാമിലി കോർട്ട് ആക്ടും അതിന്റെ റൂൾസും ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. ഹിന്ദു മാരേജ് ആക്ടിന്റെ ഉള്ള റൂൾസിന്റെ ഒന്നും കണ്ടില്ല. അപ്പോ ഹിന്ദു വിവാഹങ്ങൾ പിന്നെ ഡീൽ ചെയ്യുന്നത് ഹിന്ദു മാരേജ് ആക്ടും പിന്നെ അതിന്റെ റൂൾസും ഒക്കെയാണ് വരുന്നത്. അതേപോലെ മുസ്ലിം വിവാഹങ്ങളാണെങ്കിൽ മുസ്ലിം വിവാഹങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഡിവോഴ്സും കാര്യങ്ങളും ഒന്നും പ്രത്യേക ആക്ടിൽ പറയുന്നില്ല. അതൊരു കസ്റ്റമറി ലോ ആയതുകൊണ്ട് അങ്ങനെ ശരീഅത്ത് നിയമം ഇന്ത്യയിൽ ഇവർക്ക് മുസ്ലിം വിഭാഗത്തിന് ശരീഅത്ത് നിയമമാണ് ഇന്ത്യയിൽ പിന്നെ വരുന്നത്. അതാണ് ഇപ്പോൾ നിക്കാഹും അല്ലെങ്കിൽ തലാഖ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരീഅത്ത് നിയമങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ശരീഅത്ത് നിയമം ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആകുന്നത് എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ 1939 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവരികയും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ശരീഅത്ത് നിയമം ബാധകമാണെന്ന് വരികയും അതോടുകൂടി. അതേപോലെ അപ്പോൾ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിവാഹം മറ്റു ഇതൊക്കെ ശരീഅത്ത് ആക്ട് അനുസരിച്ച് പോകും. അപ്പോൾ അതിന് പിന്നീട് വന്ന പല 1-2 ആക്ടുകൾ വന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 വന്നു. അതേപോലെ 1939 പിന്നെ 37 ശരീഅത്ത് ആക്ടിന്റെ വെളിച്ചത്തിൽ 39 ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് വന്നു. ഒരു മുസ്ലിം ലേഡിക്ക് വിവാഹമോചനം കിട്ടണമെങ്കിൽ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ വന്നു. ക്രിസ്ത്യൻ പിന്നെ മാരേജും ഡിവോഴ്സും ഒക്കെ ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മാരേജ് ആക്ട് 1872 ക്രിസ്ത്യൻ മാരേജ് ആക്ട് ആണ് ക്രിസ്ത്യൻ മാരേജ് പിന്നെ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അതേപോലെ ഡിവോഴ്സ് വിശദീകരിക്കുന്നത് ഡിവോഴ്സ് ആക്ട്, ക്രിസ്ത്യൻ ഡിവോഴ്സ് ആക്ട് ഇല്ല, ഡിവോഴ്സ് ആക്ട് എന്നാണ് പറയുക 1869. അതേപോലെ ഇപ്പോൾ ഇതെല്ലാം ഒരു പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് പേഴ്സണൽ ലോസ് ആണ്. ഇപ്പൊ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കണമെങ്കിലൊക്കെ നിങ്ങൾക്കറിയാം സ്പെഷ്യൽ മാരേജ് ആക്ട് ആണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. അതിനനുസരിച്ചാണ് ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു ക്രിസ്ത്യനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർ ഈ ആക്ടിന്റെ പരിധിയിലാണ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം അവരുടെ പേഴ്സണൽ ലോ ആണ്. അവരുടെ ആചാരങ്ങൾ അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ പിന്നെ മതത്തിന്റെ അല്ലെ ജാതിയുടെ കീഴ്വഴക്കങ്ങളോ ആചാരങ്ങളോ അനുസരിച്ചാണ് വിവാഹങ്ങൾ നടക്കുന്നത്. ഇതിൽ ഫോറിൻ മാരേജ് ആക്ട് ഉണ്ട്, വിദേശികളും ഇങ്ങോട്ടുള്ള വിവാഹങ്ങൾ, ഇതൊക്കെ അതൊന്നും നിങ്ങൾക്ക് സിലബസിൽ അങ്ങനെ കാണുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് വരുന്ന ഒരു ആക്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്. 2005 ഗാർഹിക പീഡന നിയമം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് വെച്ചാൽ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ള ഒരു
അവസ്ഥയിൽ എന്ന് വെച്ചാൽ വിശദീകരിക്കേണ്ട പിന്നെ നമുക്ക് പറയാം. പിന്നെ ഒരു സ്ത്രീക്ക് മാത്രം ആ ആക്ട് പിന്നെ അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ, പുരുഷന്മാർക്കില്ല. വീട്ടിൽ ഗാർഹിക പീഡനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡറോ സ്വത്ത് വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് തടയാനോ അതേപോലെ അതിൽ മെയിൻ്റനൻസിനോ ഇതിനെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ഗവൺമെന്റ് പാസ്സാക്കിയത്. പിന്നെ നിങ്ങൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട് 2015 JJ ആക്ട്. അതും നിങ്ങൾക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്, ആരാണ് ജുവനൈൽ എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല. നിങ്ങൾക്ക് വരുന്ന പ്രധാനപ്പെട്ട ആക്ടുകൾ നിങ്ങൾക്ക് ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫാമിലി കോഡ്സിന്റെ ബുക്ക്, ലോ ഹൗസുകൾ, ലോ ബുക്സ് സെന്റേഴ്സ് ഉണ്ടാവും തിരുവനന്തപുരത്ത്, എറണാകുളത്തും ഇവിടെ ഒക്കെ ഉണ്ട്. അവിടുന്ന് കിട്ടും, നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ കിട്ടും. പിന്നെ ഫാമിലി കോഡ് ലോസ് ഇൻ കേരള, ഫാമിലി കോഡ്സ് ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ബുക്ക്, മൊത്തത്തിലെല്ലാം വരുന്ന ഒരു ബുക്കുകൾ വരുന്നുണ്ട്, എല്ലാ ആക്ടും റൂൾസും ഒക്കെ അതിൽ വരുന്നത്. അത് വാങ്ങിയാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ എക്സാമിനെല്ലാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് നമ്മൾ ഡിസ്കഷൻ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2013 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമ്മൾ കടന്നാലോ, വിഷയത്തിലേക്ക് കിടക്കല്ലേ, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോലെ 13 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇനി നമുക്ക് ഓരോ സമയത്തായിട്ട് ഡിസ്കസ് ചെയ്യാം, എല്ലാം കൂടി ഒറ്റ ദിവസം നമുക്ക് പറ്റില്ലല്ലോ കേട്ടോ. അപ്പോ എല്ലാവരും റെഡി അല്ലേ? ആരെന്താ ഉഷാറില്ലാത്തതൊക്കെ റെഡി അല്ലേ? ഓക്കെ. ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞ ഭാഗങ്ങൾ? ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ. സർ, ആ ബുക്കിന്റെ ഇൻഫർമേഷൻസ് ഒന്നുകൂടെ പറയോ? ബുക്ക് അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് പിന്നെ ഫാമിലി കോഡ്സ്, ഫാമിലി ലോസ് എന്ന് പറഞ്ഞ ബുക്കുകൾ വരുന്നുണ്ട്, ഒരുപാട് വരുന്നു, വലിയതും തടിച്ച ബുക്കുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര 2-3 വോളിയായിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യങ്ങൾക്ക് ഉണ്ടാവില്ല. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കോടതികളിലൊക്കെ ആവശ്യമുള്ളതാണ്. കൺസൈൻസ് ഫാമിലി കോഡ് ലോസ് ഇൻ കേരള എന്ന് പറയുന്ന ലോ ബുക്ക് സെന്റർ, എറണാകുളം ലോ ബുക്ക് സെന്ററിന്റെ ഒരു ബുക്ക് ഉണ്ട്. അതിനൊരു പിന്നെ അത്യാവശ്യം അതിൽ നിങ്ങൾക്ക് വേണ്ട സംഗതികളൊക്കെ അതിലുണ്ടാവും. ഒരു 400 പേജോ 350 പേജൊക്കെ വരുന്ന ബുക്കാണ്. ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടുകളല്ല അതില്. പിന്നെ അതിന്റെ ഒരു ചെറിയ റൂം എല്ലാം ഇപ്പോൾ ലോ, നിങ്ങൾക്കറിയാം ലോ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു ഭീകരമായ അവസ്ഥയിൽ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരിക്കലും അതിനൊരു കടലോളം അങ്ങനെ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ. അത് ഓരോ നിയമങ്ങളും സുപ്രീം കോടതി, ഹൈക്കോടതി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന അഭിപ്രായങ്ങളും ഇതൊക്കെ നിയമങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള വലിയ വലിയ ബുക്കുകളൊക്കെ ഉണ്ടാവും, 4, 5, 10 വോളിയുള്ള കണ്ടമാനം വോളിയുള്ള ബുക്കുകളൊക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഒരു ബുക്ക് ലോ ബുക്ക് സെന്ററിന്റെ കൺസൈൻസ് ഫാമിലി കോഡ്സ് ലോസ് ഇൻ കേരള എന്ന് പറഞ്ഞ ചെറിയ ബുക്കാണ്. അതൊരു അധികം വില ഒന്നും ആവില്ല, നിങ്ങൾക്ക് ഒരു 500 രൂപ 600 രൂപ ഒക്കെ ലെവലിലൊക്കെയാണ് അതിന്റെ വില എന്ന് എനിക്ക് തോന്നുന്നത്. ആ ലെവലിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോ ആക്ടുകൾ പറയുന്നത് കൺസൈൻസ് CONCISC ഫാമിലി കോഡ് ലോസ് ഇൻ കേരള. ഞാൻ എന്റെ ഫോട്ടോ ഗ്രൂപ്പ് അതിൽ അയച്ചുതരാം വാട്സപ്പിൽ കേട്ടോ, ആ ബുക്കിന്റെ ഫോട്ടോ അയച്ചുതരാം. ഓക്കെ. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഫാമിലി കോഡ്സ് ലോസും എല്ലാം വരുന്നുണ്ട്. അത്ര നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. വളരെ വലിയ ബുക്കുകളൊന്നും വാങ്ങിയിട്ട് നിങ്ങൾ മൊത്തം കൺഫ്യൂഷൻ ആയി പോകും, വായിച്ചു കഴിഞ്ഞാൽ ഒരു അന്തം കിട്ടൂല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. നിങ്ങളിപ്പോ 7 പേരുണ്ട് അല്ലേ? ഓക്കെ. എല്ലാവരും കാലിക്കറ്റ് ബേസ്ഡ് ആണോ അതോ കാലിക്കറ്റിന് പുറത്ത് കേരളത്തിൽ മൊത്തം ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് നല്ലൊരു സെഷൻ ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമ്മള് 2013 എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2013 ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 41 മുതൽ 60 വരെയാണ് ഇതിൽ ലോ നിങ്ങളുടെ ലോ സബ്ജക്റ്റിൽ വരുന്ന ലോ സിലബസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 41 മുതൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ഇതിന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് എ പേഴ്സൺ ഷാൾ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് ജഡ്ജ് ഓഫ് എ ഫാമിലി കോർട്ട് അൺലെസ് ഹി ഹാസ് ഫോർ അറ്റ്ലീസ്റ്റ് 7 years ഹെൽഡ് എ ജുഡീഷ്യൽ ഓഫീസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? സ്ക്രീനിൽ വരുന്നത് കാണുന്നില്ല എല്ലാവരും? കാണുന്നുണ്ട് സർ.
Okay. Second, B, a person shall not be, അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് person shall not be qualified for appointment as a judge unless he has at least 7 years held judicial office ഉണ്ട്. 7 വർഷം ജുഡീഷ്യൽ ഓഫീസർ ആയ ഒരാളെ ഇതിൽ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ എ പേഴ്സൺ 7 വർഷം പിന്നെ പ്രാക്ടീസ് ഇല്ലാത്ത ആളെ പറ്റില്ല എന്ന് പറയുന്നു. എ പേഴ്സൺ ഷാൾ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് എ ജഡ്ജ് ഓഫ് എ ഫാമിലി കോർട്ട് അൺലെസ് ഹി ഹാസ് ഫോർ അറ്റ്ലീസ്റ്റ് 7 years ഒഫീഷ്യേറ്റഡ് ആസ് ഡിസ്ട്രിക്ട് ജഡ്ജ്. 7 വർഷം ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിട്ട് വേണ്ട ഇരിക്കാത്ത ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതേപോലെ എ പേഴ്സൺ ഷാൾ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് എ ജഡ്ജ് ഓഫ് എ ഫാമിലി കോർട്ട് unless he has for at least 7 years been advocate of a high court or 2 or more such succession. Next, fourth sentence, a person shall not be qualified for appointment as a judge unless he has for at least 7 years held any post under the union or state requiring special knowledge of law. Correct answer B ആണ്. A person shall not be qualified for appointment as a judge of a family court unless he has for at least 7 years officiated as a district judge. 7 വർഷം ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ആകാത്ത ഒരാൾക്ക് പിന്നെ ഫാമിലി കോർട്ട് ജഡ്ജ് ആവാൻ പാടില്ല എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ട് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫാമിലി കോർട്ട്സ് ആക്ടിലാണ് പറയുന്നത് എന്ത്, ഫാമിലി കോർട്ടിന്റെ ഫങ്ഷൻസ് അതെങ്ങനെയായിരിക്കണം, അതിന്റെ ജുഡീഷ്യൽ ഓഫീസറിൽ ജഡ്ജ് ആരായിരിക്കണം, അത് പ്രിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആവും എന്നെല്ലാം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി കോർട്ട്സ് ആക്ട് 1984 സെക്ഷൻ 4 അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് എന്നൊരു പോർഷൻ വരുന്നുണ്ട്. അപ്പോ അതിൽ ജഡ്ജിനെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ with the concurrence of the High Court appoint one or more persons to be judge or judges of family court. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ച് ഒന്നോ അതിലധികമോ ആളുകളെ ഫാമിലി കോർട്ട് ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാം. വെൻ എ ഫാമിലി കോർട്ട് കൺസിസ്റ്റ് മോർ ദാൻ വൺ ജഡ്ജ്, ആ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അത് 3 പറയുന്നു, സെക്ഷൻ 4 ക്ലോസ് 3, എ പേഴ്സൺ ഷാൾ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് ജഡ്ജ് അൺലെസ് ഹി has for at least 7 years held a judicial office in India or the office of a member of tribunal or any post under the union or state requiring special knowledge of law, or has for at least 7 years been an advocate of high court or of 2 or more such courts in succession, or possess such other qualification as the central government may with the concurrence of the Chief Justice of India prescribe. അങ്ങനെ 3 ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഒന്ന്, ആദ്യം പറഞ്ഞ എന്താ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് 7 years ഒരു ജുഡീഷ്യൽ ഓഫീസ് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഒരു ജഡ്ജ് ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് 7 years. അല്ലെങ്കിൽ ഹൈക്കോടതികളിലോ അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട് ഓർ 2 or more such courts, ഒന്നോലധികമോ രണ്ടോ അതിലധികം ഹൈക്കോടതികളിൽ 7 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് വേണം. അല്ലെങ്കിൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന് ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ചിട്ട് മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യാം. ഇങ്ങനെ 3 പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന 4 കേസുകളിൽ ബി എന്താണ്? എ പേഴ്സൺ ഷാൾ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് ജഡ്ജ് ഓഫ് ഫാമിലി കോർട്ട് അൺലെസ് ഹി ഹാസ് അറ്റ്ലീസ്റ്റ് 7 years ഒഫീഷ്യൽ ഡിസ്ട്രിക്ട് ജഡ്ജ്. 7 വർഷം ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ സെന്റൻസ് ആണ്, ആ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, തെറ്റ്. 7 വർഷം ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കണം എന്ന് ആക്ടിൽ പറയുന്നില്ല. 7 വർഷം അഡ്വക്കേറ്റ് ആയിരിക്കണം, ഹൈക്കോടതിയിൽ 1 or 2 അതിലധികമോ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ 7 വർഷം ഒരു ജഡ്ജ് ആയിരുന്നാൽ മതി എന്നാ പറയുന്നത്, ഡിസ്ട്രിക്ട് ജഡ്ജ് ആവണം എന്ന് പറയില്ല. പക്ഷെ കേരളത്തിൽ റൂൾസ് ഉണ്ടാവുമല്ലോ, അപ്പോയിന്റ്മെന്റ് ജഡ്ജിനുള്ള റൂൾസ് ഒക്കെ ഉണ്ടാവും. അതിന് പറയുന്നത് 7 വർഷം ഡിസ്ട്രിക്ട് ജഡ്ജ് ആവാൻ ക്വാളിഫിക്കേഷനുള്ള, അല്ലെങ്കിൽ 7 വർഷം 7 വർഷം പ്രാക്ടീസ് ഉള്ള ആളുകൾ ഡിസ്ട്രിക്ട് ജഡ്ജ് ആവാൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളെന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തില് ഫാമിലി കോടതി ജഡ്ജ് ഡിസ്ട്രിക്ട് ജഡ്ജിമാരാണ്. ഒന്നുകിൽ സർവീസുള്ള ഡിസ്ട്രിക്ട് ജഡ്ജിമാരിൽ ആവും, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഡിസ്ട്രിക്ട് ജഡ്ജിമാരും വേണമെങ്കിൽ വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇവരെ അപ്പോയിന്റ്മെന്റിൽ 62 വയസ്സ് വരെ ആണ് ഇവരെ റിട്ടയർമെന്റ് ഏജ് പറയുന്നത് ഫാമിലി കോർട്ട് ജഡ്ജസിന്റെ കേരളത്തിൽ. അപ്പോൾ കേരളത്തിലെ ജുഡീഷ്യൽ സർവീസ് റിട്ടയർമെന്റ് 60 വയസ്സാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പൊ കോഴിക്കോട് ഡിസ്ട്രിക്ട് ജഡ്ജൊക്കെ റിട്ടയർ ചെയ്തതാണ്. സർവീസിൽ നിന്ന് 60 വയസ്സായി റിട്ടയർ ചെയ്തൊരു ഡിസ്ട്രിക്ട് ജഡ്ജിനെ അപ്പോൾ പുള്ളിക്ക് 62 വയസ്സ് വരെ അവിടെ സെർവ് ചെയ്യാം. 2 വർഷം കൂടി കോൺട്രാക്ട് ബേസിലാണ് നിയമിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ആ 41 ക്വസ്റ്റ്യൻ 41ന്റെ ആൻസർ വരുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് എന്ന ഭാഗത്താണ്, ഫാമിലി കോർട്ട്സ് ആക്ടിൽ സെക്ഷൻ 4. ക്ലിയർ ആയല്ലോ?
മനസ്സിലാകുന്നില്ലേ? മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 42. ക്വസ്റ്റ്യൻ നമ്പർ 42ലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 42. നോ ഫാമിലി കോർട്ട് ഷാൾ ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു എന്റർടൈൻ. ഒരു ഫാമിലി കോടതിയേക്ക് എന്തില്ല, അധികാരമില്ല എന്ത് എന്റർടൈൻ ചെയ്യാൻ. 4 കാര്യങ്ങൾ ABCD 4 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഇതില് ഫാമിലി കോടതിക്ക് അധികാരമില്ലാത്തത് എന്താണെന്ന് ഉള്ളതാണ് നമുക്ക് ചോദിക്കാം, നമ്മളോട് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, എ സൂട്ട് ഓർ പ്രൊസീഡിംഗ് for a declaration as to the legitimacy of any person, a suit or proceeding for declaration as to the matrimonial status of any person. അയ പറയുന്നത് ഒരു സൂട്ട് എന്ന് പറയുന്നത് സിവിൽ സൂട്ട് പറയും. സിവിൽ കേസുകൾക്കാണ് നമ്മൾ സൂട്ട് എന്ന് പറയാം. സിവിൽ മറ്റതെല്ലാം പെറ്റീഷൻ എന്ന് പറയും. നമ്മൾ ഹർജികൾ എന്ന് പറയും, നമ്മൾ മലയാളത്തിൽ പെറ്റീഷൻ എന്ന് പറയും. സിവിൽ സൂട്ടുകളാണ് സിവിൽ കോടതി കൊടുക്കുക. അപ്പോൾ സിവിൽ കോടതി എല്ലാം സിവിൽ നേച്ചറിലുള്ളത് ഫാമിലി കോടതിയിൽ വരുമ്പോൾ സിവിൽ സൂട്ടായിട്ട് ഫാമിലി കോടതി കൊടുക്കും. അപ്പോൾ സിവിൽ ഒരു സൂട്ടോ പ്രൊസീഡിങ്സോ പെറ്റീഷൻസോ എന്താവട്ടെ, പ്രൊസീഡിങ്സ് അതൊരു ഡിക്ലറേഷൻ, ഒരു ഡിക്ലെയറിംഗ് വിധി കിട്ടാൻ വേണ്ടി ഒരാളുടെ ലെജിറ്റിമസി പിന്നെ ഡിക്ലെയർ ചെയ്യാനുള്ളതോ, അല്ലെങ്കിൽ രണ്ടാളുടെ മാട്രിമോണിയൽ സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്യാനുള്ളത്. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഉള്ള കേസ്, ഒരാൾ പറയാണ് ഇയാളിന്റെ ഭാര്യയാണ്, വിവാഹം കഴിച്ച വർഷങ്ങളായി, രേഖകളൊന്നും ഇല്ലായിരിക്കും അല്ലെ, ഈ മറ്റേയാൾ അംഗീകരിക്കുന്നില്ല, ഏത് മാട്രിമോണിയൽ സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സൂട്ട് കൊടുത്തു. അതാണ് സെക്കൻഡ് കേസ്. മൂന്നാമത്തെ, സൂട്ട് ഫോർ പ്രൊസീഡിങ്സ് ഫോർ ആൻ ഓർഡർ ഓർ ഇൻജങ്ഷൻ ഇൻ സർക്കംസ്റ്റൻസ് അറൈസിംഗ് ഔട്ട് ഓഫ് മാരിറ്റൽ റിലേഷൻ. ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന എന്തെങ്കിലും സൂട്ടിൽ വരുന്ന ഒരു ഇൻജങ്ഷൻ. അതേപോലെ എ സൂട്ട് ഓർ പ്രൊസീഡിംഗ് ഇൻ റിലേഷൻ ടു ദ ഗാർഡിയൻഷിപ്പ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് എനി മൈനർ. ഒരു മൈനറുടെ ഗാർഡിയൻഷിപ്പ്, മൈനറുടെ പ്രോപ്പർട്ടിയുടെ ഗാർഡിയനായിട്ട് അപ്പോയിന്റ് ചെയ്യാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൂട്ട്. ഇതില് ഈ ഇപ്പൊ പറഞ്ഞ 4 സൂട്ടുകളിൽ ഫാമിലി കോടതിക്ക് അധികാരമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ ആൻസർ വരുന്നത് പിന്നെ ഏതാണ്? ഡി ആണ്. മനസ്സിലായില്ലേ? ഡി ആണ് ആൻസർ. എന്ന് വെച്ചാൽ സൂട്ട് ഓർ പ്രൊസീഡിങ്സ് ഇൻ റിലേഷൻ ടു ദ ഗാർഡിയൻഷിപ്പ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് എനി മൈനർ. ഇതിനെല്ലാം പിന്നെ ഫാമിലി കോടതിക്ക് അധികാരങ്ങളുണ്ട്. ഒരാളുടെ പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസോ ഇതെല്ലാം വരുന്നത് സെക്ഷൻ 7ലാണ്. ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 7 ജൂറിസ്ഡിക്ഷൻ എന്ന ചാപ്റ്ററിന് 3ാമത്തെ ചാപ്റ്റർ ഫാമിലി കോർട്ട് ആക്ടിലെ ചാപ്റ്റർ 3 തുടങ്ങുന്നത് സെക്ഷൻ 7ലാണ്. സെക്ഷൻ 7 ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി പറയുന്നുണ്ട്. അതൊന്ന് വിശദമായിട്ട് ഇപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾ വാങ്ങുന്ന മനസ്സിലാക്കുന്നത് വായിച്ച് മനസ്സിലാക്കുക. ഇത് നോട്ട് ചെയ്യുക. സെക്ഷൻ 7ലാണ് പറയുന്നത്. അതിൽ കുറെ പറയുന്നുണ്ട്. സൂട്ട് ഓർ പ്രൊസീഡിംഗ് ഡിക്ലറേഷൻ ആസ് ദി വാലിഡിറ്റി ഓഫ് മാരേജ്, സൂട്ട് ഓർ പ്രൊസീഡിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ മാരേജ്, അങ്ങനെ അതിൽ സെക്ഷൻ 7ൽ ജൂറിസ്ഡിക്ഷൻ പറയുന്നുണ്ട്. അതിൽ ഇത് വരുന്നില്ല. ഏത്? ഗാർഡിയൻഷിപ്പ്, ഒരു പ്രോപ്പർട്ടിയുടെ ഗാർഡിയൻഷിപ്പ്, മൈനറുടെ പ്രോപ്പർട്ടിയുടെ ഗാർഡിയൻഷിപ്പ് അതിൽ വരുന്നില്ല. അതിന് സിവിൽ കോടതികളിൽ വേറെ ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് അനുസരിച്ച് വേറെ പെറ്റീഷൻ സിവിൽ കോടതികളിൽ കൊടുക്കണം. ഒരു സപ്പോസ് പിന്നെ ഒരാൾ മരിച്ചുപോയി, അയാൾക്ക് 3 കുട്ടികളുണ്ട്, 2 മേജേഴ്സ് ആണ്, 3ാമത്തെ കുട്ടി 15 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാളുടെ പ്രോപ്പർട്ടി വിൽക്കുന്നത് അത്യാവശ്യമാണ്. ഇയാളുടെ കടം വീട്ടാനോ അല്ലെങ്കിൽ ഇയാളുടെ പ്രോപ്പർട്ടി വിറ്റ് വേറെ പ്രോപ്പർട്ടി വാങ്ങാനോ എന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളവരെ 18 വയസ്സായവർക്ക് പ്രോപ്പർട്ടി അവരുടേതായ രീതിയിൽ വിൽക്കാൻ കഴിയുള്ളൂ. 18 വയസ്സാകാത്ത മൈനറിനെ സംബന്ധിച്ച് അവർക്ക് ഗാർഡിയനെ ഈ പ്രോപ്പർട്ടി അവരുടെ ഗാർഡിയനെ പ്രോപ്പർട്ടി വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗാർഡിയനായിട്ട് അപ്പോയിന്റ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞ് സിവിൽ കോടതിയിൽ, ജില്ലാ കോടതിയാണ് സാധാരണ കൊടുക്കുക, പെറ്റീഷൻ കൊടുക്കും. ജില്ലാ കോടതി അതിന്റെ വശങ്ങളൊക്കെ പരിശോധിച്ച് പിന്നെ അന്വേഷണമൊക്കെ നടത്തി എവിഡൻസ് ഒക്കെ എടുത്തിട്ട് ഗാർഡിയനായിട്ട് അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ആ ഗാർഡിയനെ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഒരു ഗാർഡിയൻഷിപ്പിന്, ഒരു പ്രോപ്പർട്ടിയുടെ ഗാർഡിയൻഷിപ്പിന് ഒരു സൂട്ട് കൊടുക്കാനോ പെറ്റീഷൻ കൊടുക്കാനോ അത് സ്വീകരിക്കാൻ, അതിൽ എന്റർടൈൻ ചെയ്യാൻ ആർക്കും അധികാരമില്ല. ഫാമിലി കോടതികൾക്ക് അധികാരമില്ല. അത് എക്സ്ക്ലൂസീവ്ലി സിവിൽ നേച്ചറാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, സൂട്ട് ഓർ പ്രൊസീഡിംഗ് ഇൻ റിലേഷൻ ടു ഗാർഡിയൻഷിപ്പ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് എനി മൈനർ. ഈ പ്രോപ്പർട്ടിയുടെ ഗാർഡിയൻഷിപ്പാണ്. ചില കേസുകളിൽ പിന്നെ മൈനറുടെ ഗാർഡിയൻ ആയിട്ട് ഇപ്പോൾ നേരിട്ട് കേസ് എടുത്തിട്ട് ഇപ്പോൾ പിന്നെ ചെലവിന് മെയിൻ്റെനൻസിന് കേസ് കൊടുക്കുമ്പോൾ ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ലായിരിക്കാം, ഭാര്യ കേസ് കൊടുക്കുകയാണ്. ചെലവിന് ഫാമിലി കോടതിയിൽ മെയിൻ്റെനൻസിന് കേസ് കൊടുക്കുമ്പോൾ 2 കുട്ടികളുണ്ട്. കുട്ടികളെയും കൂടി ഗാർഡിയനായിട്ട് ആരാണ് കേസ് കൊടുക്കുന്നത്? കുട്ടികൾക്ക് കൂടി ചെലവിന് വേണ്ടിയിട്ട് ഭാര്യയാണ് കേസ് കൊടുക്കുന്നത്. അവിടെ ഇങ്ങനെയുള്ള പെറ്റീഷൻസ് എന്റർടൈൻ ചെയ്യാൻ ഫാമിലി കോടതിന് അധികാരമുണ്ട്. അതേസമയം പ്രോപ്പർട്ടിയുടെ ഗാർഡിയൻഷിപ്പ് എന്റർടൈൻ ചെയ്യാൻ ഫാമിലി കോടതിന് അധികാരമില്ല. അതാണ് ആ സെന്റൻസ്. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ പ്രോപ്പർട്ടി എന്നത് ഇവിടെ ഈ പ്രോപ്പർട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ആൻസർ കറക്റ്റ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തത്